ഗസയിൽ നിന്നും പിന്മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചാണ് നെതന്യാഹു നിലപാട് കടുപ്പിച്ചത്. ഹമാസ് നേതാക്കൾ എവിടെയായിരുന്നാലും വീണ്ടും ആക്രമിക്കും എന്ന സൂചന നൽകി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നു. ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഖത്തറിൽ ഉച്ചകോടി നടത്തവെയായിരുന്നു കഴിഞ്ഞ ദിവസം നെതന്യാഹു തന്റെ വാക്കുകൾ കടുപ്പിച്ചത്. സ്വയം പ്രതിരോധത്തിന് ഇസ്രായേലിന് അവകാശമുണ്ടെന്നും അതിർത്തി കടന്നും ആക്രമിക്കുമെന്നും ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കില്ലെന്നാണ് ട്രംപിന്റെ വാദം. ഇക്കാര്യം നെതന്യാഹു ഉറപ്പു നൽകിയെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനിടെ അമേരിക്ക ഇസ്രായേലിന് തുറന്ന പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കകം ഹമാസ് പാഠം പഠിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ പുതിയ ഗസ ആക്രമണത്തിന്റെ ഫലം എന്തെന്ന് ഉറ്റുനോക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് തന്നെ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചതായി നെതന്യാഹു അറിയിച്ചു. ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വന്ന ശേഷം ഇത് 4ാം തവണയാണ് നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത്. സെപ്റ്റംബർ 29-നാണ് നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിക്കുക. UN അസംബ്ലിയെയും നെതന്യാഹു അഭിസംബോധന ചെയ്യുമെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഗസയ്ക്ക് പിന്നാലെ യമനും ചോരക്കളമാക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. യമനിലെ ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയെന്നോണം ഇസ്രായേൽ നഗരങ്ങൾക്കു നേരെ ഹൂതികൾ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. ഫലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നു എന്ന UN പ്രതികരണമാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. UK-യും ജർമ്മനിയും ഇറ്റലിയും ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഹമാസിനെ കൂടെ കൂട്ടുമ്പോൾ സമാധാന ചർച്ച സാധ്യമല്ലെന്ന മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഇസ്രായേലിന് അമേരിക്കയുടെ മൗനസമ്മതമാണ്. ഇനിയും സൈന്യത്തെ വിന്യസിക്കാനാണ് ഇസ്രായേൽ നീക്കം. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനയും സൈന്യത്തിന്റെ നടപടിയും വംശഹത്യക്കെതിരായ തെളിവാണെന്നും UN അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. 2023-ൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുക, ഗുരുതരമായ ശാരീരിക മാനസിക ഉപദ്രവമേൽപ്പിക്കുക, ജനനം തടയുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നതിന് തെളിവാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വ്യാജവും വളച്ചൊടിച്ചതുമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കമ്മീഷനിലെ 3 പേർ ഹമാസ് അനുകൂലികളാണെന്നും വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗസയിൽ കരയുദ്ധം കടുപ്പിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 78 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസ മുനമ്പിനെ പല ഭാഗങ്ങളാക്കി തിരിച്ച് ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അൽ ഷിഫ മെഡിക്കൽ കോളേജ് കോംപ്ലക്സ്, അൽ ദറാജ്, അൽ നാസർ തുടങ്ങിയ മേഖലകളിൽ കനത്ത ആക്രമണമുണ്ടായി.